നമസ്കാരം എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, ഇന്ന് എൻ്റെ ഫേവറേറ്റ് ഡെക്ക് എടുത്തു ഞാൻ. ആക്ച്വലി ഇതിൽ നിന്ന് എന്തോ രസമാണ് ഇത് കാണാൻ തന്നെ. ഇതിൻ്റെ ആക്ച്വലി വലിയ ഡെക്ക് കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് ഞാൻ എപ്പോഴും ആലോചിക്കും. ഈ ഫോട്ടോസ് അത്ര രസമാണ് കാണാൻ. ഈ ഡെക്ക് നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, നിങ്ങളുടെ സിറ്റുവേഷൻ, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് നോക്കാൻ. ഓക്കെ, ഇന്നത്തെ ക്വസ്റ്റ്യൻ ഞാൻ എടുക്കാൻ പോകുന്നത്, നിങ്ങളുടെ പേഴ്സൺ ഈ സിറ്റുവേഷനെ കുറിച്ച് ഇപ്പം എന്താ ചിന്തിക്കുന്നത്, അവരുടെ ഫീലിങ്സ് തന്നെ, പക്ഷെ അവർക്ക് എന്താണ് ഇതിനെക്കുറിച്ച് ഒരു തോട്ട്സ് എന്താണ്, ആൻഡ് ഇതിൻ്റെ ഫ്യൂച്ചർ എന്തായിരിക്കും നോക്കാം. ഈ റിലേഷൻഷിപ്പിൻ്റെ നിങ്ങളുടെ പേഴ്സൺ എന്താ ചിന്തിക്കുന്നത്, ആൻഡ് ഇതിൻ്റെ ഫ്യൂച്ചർ എന്താവാം എന്നുള്ളത് നോക്കാം. ഓക്കെ, ചാടി വന്ന കാർഡ് നല്ലതാണ്, 25 ആൻഡ് റിംഗ് ആണ്. സോ കമ്മിറ്റ്മെൻറ്റിൻ്റെ കാര്യമാണ്. ഇനി നമുക്ക് പ്രതീക്ഷ വയ്ക്കാം അല്ലേ. ഓക്കെ, നീ എടുക്കുമ്പോൾ ശരിക്കും വന്നാൽ നോക്കാം. ഞാനെപ്പോഴും കാർഡ്സ് എടുക്കുകയാണ് ചെയ്യുക. ചാടി വരുന്നത് ചിലപ്പോൾ എനിക്ക് വല്ലപ്പോഴും തോന്നിയാൽ മാത്രമേ ഞാൻ ഒരു ഇൻറ്റ്യൂഷൻ വെച്ചിട്ടേ ഞാൻ എടുക്കുള്ളൂ. കാരണം എനിക്കറിയാം എൻ്റെ ഷഫ്ലിംഗ് ശരിയല്ല എന്നുള്ളത്, അതുകൊണ്ടാണ് കേട്ടോ. എന്നാലും അത് വന്നത് നല്ലൊരു പോസിറ്റീവ് കാർഡാണ്. സോ മേ ബി അതൊരു ഇൻഡിക്കേഷൻ ആയിരിക്കാം. ഞാനായിട്ട് എടുക്കുന്ന കാർഡ്സാണ് ഞാൻ സെലക്ട് ചെയ്യാൻ എനിക്കെപ്പോഴും ഇഷ്ടം, അതുകൊണ്ടാണ്. ഓക്കെ, എനിക്കതേ റെസനേറ്റ് ആവുള്ളൂ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യൻ, നിങ്ങളുടെ പേഴ്സൺ റിലേഷൻഷിപ്പിനെ കുറിച്ച് എന്താ ചിന്തിക്കുന്നത്, ഇതിൻ്റെ ഫ്യൂച്ചർ എന്തായിരിക്കും എന്നുള്ളത് നോക്കാം. ഓക്കെ, ഞാൻ പേഴ്സണൽ മെസ്സേജസ് കൂടെ എടുക്കാം. ഈ കാർഡ്സ് പ്രത്യേക തരമാണ്, നിങ്ങൾക്കറിയാം. ഇത് മുമ്പ് കണ്ടിട്ടുള്ളവർക്കറിയാം. എനിക്കിതിൻ്റെ ബുക്കിൻ്റെ ഹെൽപ്പ് എടുക്കേണ്ടി വരാറുണ്ട്. എനിക്ക് ചിലതിൻ്റെ മീനിങ്സ് എനിക്ക് എപ്പോഴും അറിയില്ല, കാരണം എപ്പോഴും വരില്ല, ചില കാർഡ്സ് എപ്പോഴും വരില്ല, അതുകൊണ്ടാണ്. ഓക്കെ, ഞാൻ ബുക്ക് റെഫർ ചെയ്യേണ്ടി വരും. ഓക്കെ, ബോട്ടം ഓഫ് ദ ഡെക്ക് ഇവിടെ നമ്പർ 13 ചിൽഡ്രൻ, ഫാമിലി ആയിരിക്കാം. ഓക്കെ, എനിക്ക് ബുക്കൊന്ന് റെഫർ ചെയ്യണം. ഓക്കെ, ഞാൻ പറയാം. ഓക്കെ, ഇവിടെ പറയുന്നത് ആദ്യം ഇത് സ്റ്റോക്കാണ്. സ്റ്റോക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ കൊറ്റി അല്ലേ, കൊറ്റിയാണ്. കൊറ്റി നമ്മൾ ആക്ച്വലി ഇവിടെ നമ്മുടെ നാട്ടിലിങ്ങനെ പറയുമോ എന്ന് എനിക്ക് ഒരു ഡൗട്ട് ഉണ്ട്. ഇവിടെയൊക്കെ പറയാറുണ്ട് ദറ്റ് നമ്മൾ കുട്ടികളുടെ ബർത്തിനെ കുറിച്ച്, പ്രഗ്നൻസി, ഡെലിവറി, അതിനെയൊക്കെ റെപ്രസെന്റ് ചെയ്തിട്ട് സ്റ്റോക്കിനെ കുറിച്ച്, ഐ മീൻ കൊറ്റിയെ പറയാറുണ്ട്. ഓക്കെ, ഇവിടെ അങ്ങനെയാണ്. അതായത് കൊറ്റി അങ്ങനെ കുട്ടി ഇങ്ങനെ കൊണ്ടുവരും എന്നൊക്കെയാണ് പറയുന്നത്. നമ്മൾ അങ്ങനെ ഒരു തരത്തിലൊക്കെ പറയും. ഓക്കെ, ആ ഒരു റെപ്രസെന്റേഷൻ പറയാം. അതായത് ഒന്നുമില്ലെങ്കിൽ പ്രഗ്നൻസി, അങ്ങനത്തെ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു പുതിയ തുടക്കം എന്ന രീതിയിൽ നമുക്ക് പറയാം. ഒരു മാറ്റം വരുന്നു ലൈഫിൽ എന്ന രീതിയിലൊക്കെ പറയാം. ഓക്കെ, ഒരു ആക്ച്വലി ഇവിടെ കാണുന്ന തന്നെ ഒരു നെസ്റ്റ് ബിൽഡ് ചെയ്യുന്ന പോലെയാണ്. അപ്പോൾ നിങ്ങളുടെ സിറ്റുവേഷൻ, ഇപ്പോൾ നിങ്ങളുടെ പേഴ്സണുമായിട്ട് സിറ്റുവേഷൻ നമ്മൾ നോക്കുമ്പോൾ, നിങ്ങളുടെ പേഴ്സൺ ഒരു പുതിയ തുടക്കം അവരുടെ ലൈഫിൽ എന്തെങ്കിലും, ഓക്കെ, അങ്ങനെയും പറയാം. ചില ജോലി, കരിയറിലൊക്കെ പ്രൊമോഷൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയാം. ഓക്കെ, അവർ ഒരു ലൈഫ് ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്ന് പറയാം. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ മേ ബി അവർ ജോലിയിൽ ഒരു പ്രൊമോഷൻ കിട്ടിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾ ഇപ്പോൾ റിലേഷൻഷിപ്പിനെ കുറിച്ച് മേ ബി നിങ്ങളുടെ റിലേഷൻഷിപ്പ് ബെറ്റർ ആക്കാനോ എല്ലാം വേണ്ടിയിട്ടായിരിക്കും അവർ പ്രിപ്പയർ ചെയ്യുന്നുണ്ട് എന്ന് പറയാം. ഓക്കെ, ഇവിടെ മെസ്സേജസ് വരും എന്ന് കാണുന്നുണ്ട്. ഈ ബേർഡ്സ് പറയുന്ന നമ്പർ 12 ബേർഡ്സ് എന്ന് പറയുന്നത് മെസ്സേജസ് ആണ്. ഓക്കെ, കമ്മ്യൂണിക്കേഷൻ ആണ്, മീറ്റിംഗ് എന്ന് പറയാം. ഓക്കെ, ഇവിടെ കുറേ ബേർഡ്സ് ഉണ്ട്. സോ ഒരു മീറ്റിംഗ് എന്ന രീതിയിൽ പറയും. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ടൊരു മീറ്റിംഗ് ആഗ്രഹിക്കുന്നുണ്ട് എന്ന് പറയാം. ഓക്കെ, അവര് ഐ തിങ്ക് അതിനുള്ള പ്രിപ്പറേഷനിലാണ് എന്ന് വെച്ചാൽ അവർ റെഡി ആവുകയാണ്. നിങ്ങളെ മീറ്റ് ചെയ്യണം, നിങ്ങളെ കാണണം, നിങ്ങളുമായിട്ടൊരു ലൈഫ് മുന്നോട്ട് മേ ബി ബിൽഡ് ചെയ്യാൻ വേണ്ടി അവർ ശ്രമിക്കുകയാണ് എന്ന രീതിയിൽ. ഓക്കെ, അവരുടെ മനസ്സിൽ നിങ്ങളുമായിട്ട് അങ്ങനെ ഒരു വേണം, ലൈഫ്, ഫാമിലി, കുട്ടികൾ വേണം എന്നൊക്കെയുള്ള ചിന്തകളൊക്കെ ഉണ്ടാവാം. ഓക്കെ, ആ രീതിക്ക് അവർ ലൈഫ് ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുന്നു, നിങ്ങളെ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരൊരു കൂടുണ്ടാക്കുന്നു എന്നൊക്കെ പറയാം. ഓക്കെ, നിങ്ങളുമായിട്ട് മീറ്റിംഗ് ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളെ മെസ്സേജ് വരും എന്നാണ് പറയുന്നത്. ഓക്കെ, അവർ നിങ്ങളെ മെസ്സേജ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പം നോ കമ്മ്യൂണിക്കേഷനൊക്കെ ആണെങ്കിൽ കമ്മ്യൂണിക്കേഷൻ വരും എന്ന് പറയാം. ഓക്കെ, അല്ലെങ്കിലും നിങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് അവർ കാര്യങ്ങൾ അവരുടെ മനസ്സിലുള്ളതൊക്കെ നിങ്ങളോട് പറയും എന്ന് പറയാം. ഓക്കെ, കീ ഉണ്ട് ഇവിടെ. കീ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് സൊല്യൂഷൻസ് കിട്ടുമെന്നാണ്. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ നിങ്ങളുടെ സിറ്റുവേഷനിൽ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ സോൾവ് ചെയ്യാൻ, ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ വഴികൾ തരികയാണ് എന്ന് പറയാം.
അവർ വഴികൾ ആലോചിക്കുകയാണ്, സൊല്യൂഷൻസ് ആലോചിക്കുകയാണ്, എങ്ങനെയാണ് ഇതിൽ നിന്ന് പുറത്തു വരിക എന്ന് അവർ ആലോചിക്കുന്നുണ്ട്. അവരെന്തെങ്കിലും സ്റ്റക്കായിട്ടൊക്കെ നിന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് അവർ പുറത്തു വരാൻ ശ്രമിക്കുന്ന പോലെ ആ സിറ്റുവേഷനിൽ നിന്ന് പുറത്തു വന്ന് അവർ നിങ്ങളെ കൂടി ചേർത്ത ഒരു ഫാമിലി അല്ലെങ്കിൽ നിങ്ങളുമായിട്ടൊരു റിലേഷൻഷിപ്പ് വേണം എന്ന രീതിയിൽ ഓക്കെ അവർ സൊല്യൂഷൻസ് ആലോചിക്കാൻ ശ്രമിക്കുകയാണ്. നിങ്ങൾക്ക് സൊല്യൂഷൻസ് കിട്ടും എന്ന് പറയാം. ആൻഡ് 41 ഇവിടെ ഇതാണ്, വെല്ലാണ്, ഇത് നമ്മുടെ കിണറാണ്. കിണർ എന്ന് പറയുമ്പോൾ നമ്മൾ ആക്ച്വലി ഇതും വിഷിന്റെ ഒക്കെ പറയും. ഓക്കെ, ആഗ്രഹങ്ങൾ നമ്മൾ വിഷ് ചെയ്താൽ ഇങ്ങനെ കിണറ്റിൻ്റെ ഉള്ളിലേക്ക് കോയിൻ ഇട്ടിട്ട് ടോസ് ചെയ്താൽ, ഇതെല്ലാം നമ്മുടെ വെസ്റ്റേൺ കൾച്ചറിന്റെ ആണ്. നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ ഒന്നും നമ്മളധികം, എന്നാലും ഇപ്പൊ ഐ തിങ്ക് എല്ലാവരും കാണുന്നുണ്ട്. ഓക്കെ, നമ്മൾ വിഷിംഗ് വെൽ എന്ന് പറയും. നിങ്ങൾ അതിൽ കോയിൻ ഇട്ടിട്ട് നമ്മൾ എന്തെങ്കിലും ആഗ്രഹിച്ചാൽ അത് നടക്കും എന്ന് പറയും. ഓക്കെ, അത് നിങ്ങളുടെ ഒരു ഇമോഷണൽ സൈഡിനെ കൂടിയാണ് കാണിക്കുന്നത്. എന്ന് വെച്ചാൽ അപ്പോൾ അവർ നിങ്ങളുടെ പേഴ്സൺ എനിക്ക് ആഗ്രഹിക്കുന്നു നിങ്ങളുടെ കൂടെ ഒരു ഫാമിലി ആയിട്ട് നിങ്ങളുടെ കൂടെ. എനിക്ക് വെറുതെ അതന്നെ വായിൽ വരുന്നത് ഈ കുട്ടിയെ കണ്ടുകൊണ്ടായിരിക്കാം. ഓക്കെ, ആൻഡ് ഇതിലും ഒരു കുഞ്ഞിന്റെ കാര്യം പറഞ്ഞുകൊണ്ടായിരിക്കും എനിക്ക് ആ ഫാമിലി എന്നുള്ള വാക്ക് എൻ്റെ വായിൽ വെറുതെ വരുന്നുണ്ട്. സോ മേ ബി നിങ്ങൾക്ക് നല്ല കറക്റ്റ് ആയിരിക്കാം. നിങ്ങളെ കൂടെ ഒരു സ്റ്റേബിൾ ആയിട്ട് അവർക്ക് വേണം, അവർക്ക് നിങ്ങളെ ലൈഫിൽ വേണം എന്ന രീതിയിൽ അറ്റ്ലീസ്റ്റ് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതിനുവേണ്ടി അവർ വിഷ് ചെയ്യുന്നുണ്ട് എന്ന് പറയാം. ഓക്കെ, ആൻഡ് അവർ ഇമോഷണൽ ആവുന്നുണ്ട്, നിങ്ങളെക്കുറിച്ച് ഓർത്ത് അവർ ഇമോഷണൽ ആവുന്നുണ്ട്. ആൻഡ് ഇവിടെ ഇത് പാർക്ക് എന്നാണ് പറയുന്നത് ഈ കാർഡ്. എന്ന് വെച്ചാൽ നമ്മൾ ഒരു സ്ഥലത്ത് നമ്മളൊരു ശാന്തം സുന്ദരമായ ഒരു സ്ഥലം, ഓക്കെ, എവിടെയെങ്കിലും നിങ്ങൾ യാത്ര പോയി, രണ്ടുപേരും കൂടെ യാത്ര പോയി എവിടെയെങ്കിലും ഇരിക്കാൻ, അങ്ങനെയൊക്കെ ഒരു സാധ്യതകളാണ്. അല്ലെങ്കിൽ എവിടെയെങ്കിലും മീറ്റ് ചെയ്യാനുള്ള സാധ്യതയാണ്. അപ്പോൾ രണ്ട് കാർഡ് നമുക്ക് മീറ്റിങ്ങും അങ്ങനത്തെ കാര്യങ്ങൾ പറയുന്നുണ്ട്. സോ ഒരു റീയൂണിയൻ എന്ന് പറയാം. ചിലവർക്ക് നിങ്ങൾ കുറേ ആയിട്ട് സെപ്പറേഷൻ ആണെങ്കിൽ ഒരു റീയൂണിയൻ പോസിബിലിറ്റി എന്ന് പറയാം. അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്ത് ഒന്നിച്ച് അങ്ങനെയൊക്കെ അവർക്ക് ആഗ്രഹങ്ങളുണ്ട്. അവരതൊക്കെയാണ് ചിന്തിക്കുന്നത്. ഓക്കെ, നിങ്ങളെ കാണണം, മീറ്റ് ചെയ്യണം, സംസാരിക്കണം, മനസ്സിലുള്ളത് പറയണം. ഓക്കെ, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതിനെ സോൾവ് ചെയ്യണം എന്നൊക്കെയാണ് അവരുടെ മനസ്സിൽ. ഇവിടെ ടവർ കാർഡാണ്. ടവർ കാർഡ് എന്ന് പറയുമ്പോൾ ചില ഇഷ്യൂസിന്റെ കാര്യമാണ് പറയുന്നത്. ഇത് ടവറാണ്. ടവർ നമുക്കറിയാലോ, എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളെ ആണ് സിംബിളൈസ് ചെയ്യുന്നത്. ആൻഡ് ഇതും ആക്ച്വലി നമ്മുടെ ഇതാണ്, ചാട്ടവാറ് പോലത്തെ സാധനമാണ്. ഇത് ചാട്ടവാറും ചൂലും അങ്ങനെ എന്തൊക്കെയോ ആണ്. സോ ഇത് നമ്മൾ കണ്ടാൽ തന്നെ അറിയാം അല്ലേ, അതൊരു നെഗറ്റീവ് കാർഡാണ്. ഇത് രണ്ടും പറയുന്നത് നിങ്ങളുടെ ഇടയിലുള്ള പ്രോബ്ലംസിനെ കുറിച്ചാണ്. നിങ്ങളുടെ ഒന്നുമില്ലെങ്കിൽ പേഴ്സന്റെ ലൈഫിൽ പ്രോബ്ലംസ് ആയിരിക്കാം. ഓക്കെ, അവരുടെ ലൈഫിൽ എന്തൊക്കെയോ പ്രോബ്ലംസ് ഉണ്ട്. കാരണം അതിന്റെ നടുവിൽ വന്നിരിക്കുന്ന ഫാമിലിയാണ്, വീട് ഫാമിലി എന്ന രീതിയിൽ പറയാം. അവരുടെ ചിലപ്പോൾ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടാവാം. ഓക്കെ, ഫാമിലിയിൽ എന്തെങ്കിലും ഇഷ്യൂസ് നടക്കുന്നുണ്ടാവാം. അതിനെക്കുറിച്ചൊക്കെയാണ് ഇവിടെ റെപ്രസെന്റേഷൻ വരുന്നത്. ഇപ്പോൾ നിങ്ങളുമായിട്ട് നോ കോണ്ടാക്ട് ഒക്കെ ആണെങ്കിൽ മേ ബി ഇതുകൊണ്ടൊക്കെ ആയിരിക്കാം അവർക്ക് എന്തെങ്കിലും ലൈഫിൽ ചില പ്രശ്നങ്ങൾ നടക്കുക. അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വന്നിട്ട് മേ ബി നിങ്ങൾക്ക് ഇപ്പോൾ ലൈഫ് ഒരു സ്റ്റേബിൾ അല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം. ഓക്കെ, നിങ്ങൾ ഓൾറെഡി മാരീഡ് ആയ ആൾക്കാരായിരിക്കും. കാരണം വീട് ഫാമിലി നിങ്ങൾ മാരീഡ് ആണ്. 4 ഓഫ് വോൺസ് നമ്മൾ പറയാറുള്ളത് മാരേജിനെ കുറിച്ചാണ്. സോ നിങ്ങൾ ഓൾറെഡി മാരീഡ് ആണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഹസ്ബൻഡ് വൈഫ് തമ്മിൽ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവാം. പക്ഷെ അവരതിനെയൊക്കെ ശരിയാക്കാൻ ബെറ്റർ ആക്കാൻ ആഗ്രഹിക്കുന്നു എന്ന രീതിയിൽ പറയാം. അല്ല, ഇപ്പോൾ അവർ മാരീഡ് ആണ് സപ്പോസ്, അല്ലെങ്കിൽ നിങ്ങൾ മാരീഡ് ആണ്, അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ ലൈഫിലോ അല്ലെങ്കിൽ അവരുടെ ലൈഫിലോ ഓക്കെ, നിങ്ങളുടെ മാരേജിലോ വീട്ടിലോ ഫാമിലി നിങ്ങളുടെ ഫാമിലി എതിർക്കുന്നുണ്ടാവാം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കാം. ഓക്കെ, അങ്ങനെ ചില ഇഷ്യൂസ് നിങ്ങളുടെ ഇടയിൽ ഉണ്ടാവും. ഓക്കെ, അവരുടെ വീട്ടിലായിരിക്കാം ഫാമിലി എതിർക്കുന്നുണ്ടാവാം. ഈ റിലേഷൻഷിപ്പ് പറ്റില്ല എന്ന് ഫാമിലി ഇപ്പോൾ പാരൻസ് ഒക്കെ പറയുന്നുണ്ടാവാം. ഇത് പറ്റില്ല എന്ന് അവരെ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായിരിക്കില്ല. ചിലപ്പോൾ അങ്ങനെയാവാം. അല്ലെങ്കിൽ അവർ ഓൾറെഡി മാരീഡ് ആണെങ്കിൽ ആ സിറ്റുവേഷൻ ഓക്കെ, അവിടെ ചില ഇഷ്യൂസ് എന്ന രീതിയിൽ പറയാം. കുറെ സിനാരിയോസ് ആണ് ഇവിടെ. ഓക്കെ, പക്ഷെ എല്ലാത്തിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് അവരതിൽ നിന്ന് പുറത്തു വരാൻ ആഗ്രഹിക്കുന്നു. അവർ നിങ്ങളുമായിട്ടൊരു മുന്നോട്ട് റീയൂണിയൻ, നിങ്ങളുമായിട്ട് ഒന്നിക്കാൻ, അല്ലെങ്കിൽ നിങ്ങളുമായിട്ടൊരു ശരിക്കും സ്റ്റേബിൾ ആയിട്ടൊരു ഒരു റിലേഷൻഷിപ്പ് വെക്കാൻ അവർ സൊല്യൂഷൻ ആലോചിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഇപ്പം എന്തെങ്കിലും പ്രശ്നങ്ങൾ അവരുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ ഇതിനെങ്ങനെയാണ് മാറ്റിയെടുക്കുക എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, അവർ നിങ്ങളോട് ലോയലാണ്. ഓക്കെ, ഈ ഡോഗാണ് ഇവിടെ, നായാണ്. അവർ നിങ്ങളോട് വളരെ ലോയലാണ് എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാം അവരെ. ഓക്കെ, ഇപ്പൊ നിങ്ങൾ തമ്മിൽ നോ കോണ്ടാക്ട് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഡൗട്ട് ചെയ്യുന്നുണ്ടാവാം, ഇവരെ ട്രസ്റ്റ് ചെയ്യാൻ എനിക്ക് പറ്റുമോ, ഇവര് എന്നോട് ശരിക്കും എന്നോട് ആത്മാർത്ഥമായിട്ടാണോ എന്നൊക്കെ നിങ്ങളുടെ മനസ്സിൽ ഡൗട്ട് ഉണ്ടാവാം. പക്ഷെ ഇവിടെ കാണുന്ന ഡോഗ് പറയുന്നത് വളരെയധികം അവരെ നിങ്ങൾക്ക് വിശ്വസിക്കാം, ട്രസ്റ്റ് ചെയ്യാം എന്നാണ്. ഓക്കെ, ആൻഡ് ഇവിടെ ഫ്ലവേഴ്സ് ഉണ്ട്. ഫ്ലവേഴ്സ് അവർ നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റുമായിട്ട് വരാനുള്ള സാധ്യതയൊക്കെയാണ്. അഗെയിൻ മെസ്സേജസിന്റെ കാര്യം പറയാറുണ്ട്. രണ്ടും അപ്പോൾ മെസ്സേജിനെ കുറിച്ചുണ്ട്. അപ്പോൾ നിങ്ങൾ തമ്മിൽ നോ കോണ്ടാക്ട് സെപ്പറേഷൻ ആണെങ്കിൽ മെസ്സേജസ് വരും. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു എക്സ്പെക്ട് ചെയ്യാം, അവരുടെ ഒരു മെസ്സേജ് എക്സ്പെക്ട് ചെയ്യാം. അത് സ്നേഹത്തോടെ ഉള്ളതായിരിക്കും. ഓക്കെ, അങ്ങനെ പറയാലോ, സ്നേഹത്തോടെ ഉള്ളതായിരിക്കും. നിങ്ങൾ തമ്മിൽ അവർ മീറ്റ് ചെയ്യാൻ വിളിക്കുമായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ കാര്യങ്ങൾ പറയാൻ എക്സ്പ്രസ് ചെയ്യാനൊക്കെ അവർ പറയും, സിറ്റുവേഷൻ എന്താണ് ലൈഫിൽ എന്നൊക്കെ പറയും. ഓക്കെ, അവർക്ക് ഐ തിങ്ക് ഇപ്പം നല്ലത് വരുന്നുണ്ട്. ഓക്കെ, ചില കാര്യങ്ങൾ അവർ ലൈഫിൽ ചില പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടാവും. അതുകൊണ്ട് നിങ്ങളതും നിങ്ങളോട് ചിലപ്പോൾ ഓപ്പൺ ആയിട്ട് പറഞ്ഞു കാണില്ല. പക്ഷെ അവരെ എനിക്കൊന്ന് സോൾവ് ചെയ്ത് നിങ്ങളുമായിട്ട് ബെറ്റർ ആക്കി
മുന്നോട്ട് നിങ്ങൾ തമ്മിലൊരു നല്ലൊരു ഫ്യൂച്ചറിന് വേണ്ടി അവർ പ്രിപ്പയർ ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയാം. ഓക്കെ, ആ രീതിക്കാണ് ഇവിടെ കാണുന്നത്. അവർ നിങ്ങളുടെ അടുത്ത് മെസ്സേജ് തീർച്ചയായിട്ടും വരും, നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ വരും, റീയൂണിയൻ പോസിബിൾ ആണ് ഇവിടെ. ഓക്കെ, പ്രോബ്ലംസ് ഉണ്ട്, ആ പ്രോബ്ലംസിനെയൊക്കെ ഓവർകം ചെയ്യാൻ അവരുടെ കയ്യിൽ കീ ഉണ്ട് എന്ന് പറയാം. ഓക്കെ, അവർ ആ കീ കണ്ടുപിടിക്കും, അല്ലെങ്കിൽ ഓൾറെഡി കിട്ടിയിട്ടില്ലെങ്കിൽ അത് കണ്ടുപിടിക്കും, അവർ അതിന് സൊല്യൂഷൻസ് കണ്ടുപിടിക്കും. നിങ്ങളുമായിട്ട് അവർ മാക്സിമം ഒന്നിച്ചു പോകാനാണ് അവരുടെ മനസ്സിലാഗ്രഹം. ആക്ച്വലി ഇവിടെ ഇത് പറയുന്നത് കുട്ടികളുടെ കാര്യമാണ്. ഓക്കെ, ഒന്ന് നമുക്ക് കുട്ടികളെ പോലെയാണ് പേഴ്സന്റെ നേച്ചർ എന്ന് പറയാൻ വേണമെങ്കിൽ. അവര് കുറച്ച് മെച്യൂരിറ്റി കുറവായിരിക്കാം. ഓക്കെ, പക്ഷെ മെച്യൂർ ആയിട്ട് വരും എന്തായാലും. ഓക്കെ, ചില സിറ്റുവേഷൻസ് ഒക്കെ അവർക്ക് ഹാൻഡിൽ ചെയ്യുന്നത് അത്ര മെച്യൂരിറ്റിയോടെ ആയിരിക്കില്ല ഹാൻഡിൽ ചെയ്യുന്നത്. അല്ലെങ്കിൽ നിങ്ങളായിരിക്കാം ചിലപ്പോൾ ഇങ്ങനെ. ഓക്കെ, പറയാൻ പറ്റില്ല. നിങ്ങളും ഒന്ന് ആലോചിച്ച് നോക്കുക, കുറച്ചുകൂടി സിറ്റുവേഷൻസ് കാര്യങ്ങളൊക്കെ നിങ്ങളും മനസ്സിലാക്കി നിൽക്കുക. ഓക്കെ, അല്ലെങ്കിൽ വേറൊരു കാര്യം ഞാൻ ഇവിടെ നേരത്തെ പറഞ്ഞത്, ഫാമിലി ഇഷ്യൂസ് വല്ലതും അവർ മാരീഡൊക്കെ ആണെങ്കിൽ കുട്ടികളുടെ കാര്യം ഐ തിങ്ക് ഇവിടെ വളരെ പ്രൊമിനൻ്റ് ആയിട്ട് കാണുന്നുണ്ട്. കുട്ടികളൊരു തടസ്സം, മീൻസ് കുട്ടികളുണ്ടെങ്കിൽ ഒരു റിസ്ക് ആണ് അല്ലേ, എല്ലാം പെട്ടെന്നൊക്കെ മാറാനും കാര്യങ്ങളൊക്കെ കുറെ റിസ്കിയാണ് കുറച്ചുകൂടി. സോ അവർ സൂക്ഷിക്കണം എന്നല്ലേ. അപ്പൊ ആ ഒരു കാര്യം കൊണ്ടായിരിക്കാം ചിലപ്പോൾ അവർ നിങ്ങളുടെ അടുത്ത് മാറി നിൽക്കുന്നത്. ചിലപ്പോൾ അത് ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ടുണ്ടാവില്ല പ്രശ്നങ്ങൾ ഇന്നതാണ് എന്ന്. അങ്ങനെ 2-3 സിനാരിയോ ആണ്. ഒന്ന്, മേ ബി അവർ മെച്യൂരിറ്റി ഗെയിൻ ചെയ്യും എന്ന് പറയാം. ഇപ്പൊ അവര് ലേശം ഒരു മെച്യൂരിറ്റി ഇല്ലാത്ത പോലെയാണ് ഇത്രയും കാലം ബിഹേവ് ചെയ്തതെങ്കിൽ, മേ ബി നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഇഷ്യൂസ് വന്ന് നിങ്ങൾ അകന്നിട്ടുണ്ടെങ്കിൽ അവർ ഒരു മെച്യൂരിറ്റിയോടെ നിങ്ങളുടെ അടുത്തേക്ക് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ആക്ച്വലി കാര്യങ്ങളെ അവർ ബെറ്റർ ആക്കാൻ അവർ ശ്രമിക്കുമെന്ന് കാണുന്നുണ്ട് അല്ലെ. നിങ്ങൾ തമ്മിൽ അറ്റ്ലീസ്റ്റ് ഒരു മീറ്റിംഗ് വരാനുള്ള സാധ്യതയാണ്, കമ്മ്യൂണിക്കേഷൻ വരാനുള്ള സാധ്യതയാണ്. അവർ മേ ബി നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യും ക്ലിയർ ആയിട്ട് എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളത് പറയും. ഓക്കെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. അവര് സിറ്റുവേഷൻ ബെറ്റർ ആക്കട്ടെ, അവർ സൊല്യൂഷൻസ് അവർ കണ്ടുപിടിക്കട്ടെ. ഓക്കെ, നമുക്ക് പേഴ്സൺ എന്താ പറയാനുള്ളത് എന്നുകൂടി നോക്കാം. ഞാൻ ബാക്കി ഫ്യൂച്ചർ എന്ന രീതിയിൽ എനിക്കിവിടെ പോസിറ്റീവായിട്ട് ഇപ്പൊ കാണുന്നത് നിങ്ങൾ തമ്മിൽ ഒരു മീറ്റിംഗ് പോസിബിൾ ആണ് എന്നാണ്. ഓക്കെ, നിങ്ങൾ തമ്മിൽ അകൽച്ചയുണ്ടെങ്കിൽ ഒരു റിയൂണിയൻ പോസിബിൾ ആണ്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ തമ്മിൽ ബെറ്റർ ആക്കാനുള്ളത് തീർച്ചയായിട്ടും ശ്രമിക്കും എന്നാണ് കാണുന്നത്. ഓക്കെ, അവർ ചിന്തിക്കുന്നത് നിങ്ങളെക്കുറിച്ച് സ്നേഹത്തോടെ തന്നെയാണ് ചിന്തിക്കുന്നത്. അവർക്ക് നിങ്ങളുടെ അടുത്ത് ലോയലായിട്ട് നിൽക്കണം എന്നാണ് ആഗ്രഹം. ഓക്കെ, അത്രയും ആത്മാർത്ഥതയോടെ അവർ സ്നേഹിക്കുന്നുണ്ട്, ബെറ്റർ ആക്കണം എന്നുള്ള ഒരു ഇതുണ്ട്. ഓക്കെ, നമുക്ക് മെസ്സേജസ് കൂടി നോക്കിയേക്കാം. എന്താണ് അവർ പറയാൻ ആഗ്രഹിക്കുന്നത്, എന്താണ് നിങ്ങളോട്? നിങ്ങളുടെ പേഴ്സന്റെ മെസ്സേജസ് എന്താണ്? സോറി, നിങ്ങളുടെ പേഴ്സന്റെ മെസ്സേജസ് എന്താണ്? ഓക്കെ, ഞാൻ വായിക്കാം, എല്ലാം എടുത്തിട്ട് ഞാൻ വായിക്കാം. ഓക്കെ, കുറച്ച് മെസ്സേജസ് എടുത്ത് വെക്കാം. ഐ ലവ് യു. ഓക്കെ, ഗുഡ്. മതി അല്ലേ, ഇത്ര മതി. നേരത്തെ കണ്ട ആ ചൈൽഡ് കാർഡ് ഞാനിപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ കാർഡ്സ് എടുത്തോണ്ടിരുന്നപ്പോൾ എനിക്കൊരു തോന്നിയത് പറയാണ്. ചൈൽഡ് കാർഡ് നമുക്ക് പറയുന്നത് നിങ്ങൾ തമ്മിൽ ചിലപ്പോൾ നേരത്തെ തന്നെ ചെറുപ്പം തൊട്ട് പരിചയമുള്ളവരും ആയിരിക്കാം. ഓക്കെ, അങ്ങനെയൊക്കെ പറയാം. സോ ആ ഒരു മെസ്സേജ് കൂടി മേ ബി ചിലവർക്ക് മാച്ച് ആവാം. ഓക്കെ, ജസ്റ്റ് ഇങ്ങനെ കാർഡ് എടുത്തോണ്ടിരുന്നപ്പോൾ അങ്ങനെ തോന്നി. ഓക്കെ, ഓക്കെ, യു ആർ ദി ഓൺലി വൺ ഹു മാനേജസ് ടു കാം ഡൗൺ മൈ ഇന്നർ ബീസ്റ്റ്. അവർ പറയുന്നത് അവർക്ക് എന്തെങ്കിലും ദേഷ്യം വരിക, അല്ലെങ്കിൽ അവർ വളരെ റൂഡായിട്ടൊക്കെ മറ്റുള്ളവരുടെ അടുത്തൊക്കെ കാണിക്കുന്നുണ്ടാവും. ഓക്കെ, പക്ഷെ ആർക്കും അവരുടെ ആ ഒരു ദേഷ്യം ഒന്നും കൺട്രോൾ ചെയ്യാൻ ചിലപ്പോൾ സാധിക്കും, പക്ഷെ നിങ്ങൾക്ക് അതിന് സാധിക്കും. ഓക്കെ, അവരുടെ ദേഷ്യത്തിന് മുമ്പിൽ നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആ ദേഷ്യമൊക്കെ അങ്ങനെ തണുത്ത് ഇല്ലാതെ ആയി പോവും. ഓക്കെ, കാരണം നിങ്ങൾക്ക് മാത്രമാണ് അവരുടെ ആ ഒരു പൾസ് അറിയാന്ന് പറയില്ലേ, അതായിരിക്കാം നിങ്ങൾ അവരെ മനസ്സിലാക്കേണ്ടത് നല്ലോണം. ഓക്കെ, യുവർ വോയിസ് ഹാസ് എ തെറപ്യൂട്ടിക് എഫക്ട് ഓൺ മീ, ഐ വുഡ് ലിസൺ ടു യു ഫോർ അവേഴ്സ്. നിങ്ങളുടെ സംസാരം രീതികൾ അവർക്ക് വലിയ ഇഷ്ടമാണെന്ന് പറയുന്നത്. നിങ്ങളുടെ സൗണ്ട് എന്ന് മാത്രമല്ല, മേ ബി നിങ്ങൾ സംസാരിക്കുന്ന രീതിയായിരിക്കാം, ആ പറയുന്ന കാര്യങ്ങളായിരിക്കാം, അതൊരു തെറപ്യൂട്ടിക് ഇഫക്റ്റ് എന്ന് പറയുമ്പോൾ അവർക്കൊരു വളരെ കാമിങ് ആയിട്ട് തോന്നാറുണ്ട്, അവർക്ക് സൂതിങ് ആയിട്ട്, ഒരു ഇഷ്ടമാണ് അവർക്ക് അത് കേട്ടോണ്ടിരിക്കാൻ എന്നാ പറയുന്നത്. എത്ര നേരം വേണമെങ്കിലും ഞാൻ കേട്ടോണ്ടിരിക്കാം എന്ന് പറയുന്നുണ്ട്. യു മേക്ക് മീ ഫീൽ ലൈക്ക് എ കിഡ് അഗൈൻ. യെസ്, ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ കാർഡ് ചൈൽഡിന്റെ. അഗൈൻ അവർക്ക് ചിലപ്പോൾ നിങ്ങളുടെ മുമ്പിൽ അവരൊരു കുഞ്ഞിനെ പോലെ ഫീൽ ചെയ്യുന്നുണ്ടാവാം, അതായിരിക്കാം. എനിക്ക് മെച്യൂരിറ്റി ഇല്ല എന്ന് നിങ്ങൾക്ക് തോന്നുമായിരിക്കും, പക്ഷെ അത് നിങ്ങളുടെ മുമ്പിൽ വരുമ്പോൾ അവരങ്ങനെ ഒരു കുട്ടിയെ പോലെ ആവുമായിരിക്കും. ഓക്കെ, മെച്യൂരിറ്റി ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷെ ഐ തിങ്ക് നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട് അവർ വീണ്ടും ഒരു 18 വയസ്സ് 16 വയസ്സ് 18 വയസ്സിലേക്ക് തിരിച്ചു പോകുമായിരിക്കാം. ഇപ്പൊ എത്രയോ വയസ്സെന്ന് അറിയില്ല, എന്നാലും ഓക്കെ, അവര് നിങ്ങളെ കാണുമ്പോൾ അവർക്ക് ആ ഒരു കുട്ടിയെ പോലെയുള്ള ഫീലിംഗ് ആണ് എന്നാ പറയുന്നത്.
സോ ഒരു എക്സൈറ്റ്മെന്റ്, ആ ഒരു നമ്മൾ പറയില്ല, ആ ഒരു ഇന്നസെന്റ് ആയിട്ടുള്ള ആ ഒരു സ്നേഹം, അതൊക്കെ അനുഭവിക്കുമ്പോൾ അങ്ങനെ ആയി പോവാണ് അവര്. സോ മെനി തിങ്സ് റിമൈൻഡ് മീ ഓഫ് യു, ഇറ്റ്സ് സ്കെയറി. ആക്ച്വലി അവർ പറയുന്നത്, ഇപ്പൊ നിങ്ങളെ വിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അവർ പറയുന്ന പല കാര്യങ്ങളും കാണുമ്പോഴോ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോഴോ ഒക്കെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് എന്നാണ് പറയുന്നത്. അത് അവർ പറയുന്നത് അത്രയും നിങ്ങളെ എപ്പോഴും എപ്പോഴും ഓർമ്മ വരികയാണ്. പല കാര്യങ്ങളും കാണുമ്പോഴും കേൾക്കുമ്പോഴും ഒക്കെ നിങ്ങളെ ഓർമ്മ വരികയാണ് എന്നാണ് പറയുന്നത്. ഐ എം സോ പ്രൗഡ് ഓഫ് എവറിത്തിങ് യു ഡു. നിങ്ങൾ ആക്ച്വലി നിങ്ങളുടെ ലൈഫിൽ വളരെ ഒരു നല്ല നിലയിലൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ലൈഫ് നിങ്ങളെ ഹാൻഡിൽ ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ, അവർക്ക് നിങ്ങളോട് പ്രൗഡായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അവർക്ക് അത്രയും അത് സന്തോഷമാണ് അത് കാണുമ്പോൾ. ഓക്കെ, നിങ്ങളുടെ ഒരു പ്രോഗ്രസ് അവർക്ക് വലിയ ഇഷ്ടമാണ്. ഓക്കെ, ഐ കാൺ വെയിറ്റ് ടു സീ യു അഗൈൻ. അവർക്ക് നിങ്ങളെ കാണാൻ ആഗ്രഹമുണ്ട്. യെസ്, അത് നമ്മൾ പലതവണ പറഞ്ഞു കഴിഞ്ഞു. മീറ്റിംഗ് വരാൻ ചാൻസ് ഉണ്ട്, വിളിക്കാൻ സാധ്യതയുണ്ട്, കാണാൻ സാധ്യതയുണ്ട് എന്നൊക്കെ. സോ അവർക്ക് നിങ്ങളെ കാണാൻ അവർ വെയിറ്റ് ചെയ്യുന്നു. ഐ ലവ് യു എന്ന് പറയുന്നുണ്ട്, അത്രയും സ്നേഹമാണ് എന്ന് പറയുന്നുണ്ട്. യു ഇൻസ്പയർ മീ സോ മച്ച്, യു ആർ മൈ മ്യൂസ്. നിങ്ങൾ അവരെ ഇൻസ്പയർ ചെയ്യുന്നുണ്ട് എന്ന് വെച്ചാൽ, ഇപ്പൊ നിങ്ങൾ ചെയ്യുന്ന, ഞാൻ പറഞ്ഞു, നിങ്ങളൊരു പല കാര്യങ്ങളും നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ കണ്ടിട്ട് അവരും ഇൻസ്പയർ ആവുന്നുണ്ട്. എനിക്കും ബെറ്റർ ആവണം, എൻ്റെ ലൈഫിൽ ബെറ്റർ ആവണം എന്നൊക്കെ അവർ തോന്നൽ വരുന്നുണ്ട്. ഇൻസ്പിറേഷനാണ് നിങ്ങൾ അവരുടെ. നിങ്ങൾ എങ്ങനെയാണ് ഇത്ര സ്ട്രെങ്ത്തിൽ ഓരോ കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ അവർക്ക് തോന്നുന്നുണ്ട്. വെനെവർ ഐ സീ ഫ്ലവേഴ്സ് ഐ തിങ്ക് ഓഫ് യു. ഇത് എപ്പോഴും അറിയില്ല. ഓക്കെ, നിങ്ങൾ നേരത്തെ നമ്മൾ ഫ്ലവേഴ്സിന്റെ കാർഡ് ഉണ്ടായിരുന്നു. അപ്പൊ അവര് ഫ്ലവേഴ്സ് എവിടെയെങ്കിലും ഒക്കെ കാണുമ്പോൾ അത് നിങ്ങൾക്ക് തരണം. ബിക്കോസ് നിങ്ങൾക്ക് വലിയ ഇഷ്ടമായിരിക്കാം, നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവാം നിങ്ങൾക്ക് ഫ്ലവേഴ്സ് ഇഷ്ടം. ഇത് ലേഡീസിനുള്ളതാണ് കൂടുതലും, സോറി. അല്ലെങ്കിൽ ജെൻസിന് ഇപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ മേ ബി നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ടാവും, നിങ്ങളുടെ കയ്യിൽ നിന്ന് ഫ്ലവേഴ്സ് കിട്ടാൻ ആഗ്രഹിക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾ അത് കാണുമ്പോൾ മേ ബി നിങ്ങൾ എപ്പോഴെങ്കിലും ഫ്ലവർ കൊടുത്തത് അവർ ഓർമ്മിക്കുന്നുണ്ടാവാം. ഓക്കെ, അപ്പോൾ ഫ്ലവേഴ്സ് കാണുമ്പോൾ അവർക്ക് നിങ്ങളെ ഓർക്കുന്നു എന്നാണ് പറയുന്നത്. എന്തായാലും അവർ ഐ ലവ് യു എന്നുള്ള ഒരു കൺഫെഷൻ ഇവിടെ വന്നിട്ടുണ്ട്. സോ അവർക്ക് തീർച്ചയായിട്ടും നിങ്ങളോട് സ്നേഹമുണ്ട്. സിറ്റുവേഷൻ എന്ത് തന്നെ ആയാലും അവർ ബെറ്റർ ആക്കാൻ ശ്രമിക്കും, സൊല്യൂഷൻസ് കണ്ടുപിടിക്കാൻ ശ്രമിക്കും അവർ. ഓക്കെ, നിങ്ങളുമായിട്ട് റിയൂണിയൻ ഒക്കെയാണ് അവർ ആഗ്രഹിക്കുന്നത്. ഇപ്പൊ ചിന്തയിൽ എന്തായാലും വളരെ നല്ല ചിന്തകളാണ്. അങ്ങനെ തന്നെ ഇരിക്കട്ടെ, പോസിറ്റീവായിട്ട് ഇരിക്കട്ടെ. ഓക്കെ, അവർക്ക് എന്തെങ്കിലുമൊക്കെ പക്ഷെ നേടാൻ ശ്രമിക്കുന്നുണ്ടാവാം. നമ്മൾ ആദ്യം വന്ന കാർഡ് സ്റ്റോക്ക് എന്ന് പറഞ്ഞത്, അവർ മേ ബി ഒരു ഗ്രോത്ത്, അവരുടെ ലൈഫിൽ ഒരു ഗ്രോത്ത് വന്നിട്ട് വേണം നിങ്ങളെ ഒന്ന് പ്രപ്പോസ് ചെയ്യാൻ, അല്ലെങ്കിൽ നിങ്ങളുമായിട്ടൊരു ഫാമിലി ആവാൻ എന്നൊക്കെ അവർക്ക് തോന്നുന്നുണ്ടാവാം. ഓക്കെ, അപ്പൊ അതൊക്കെ അവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും. ഓക്കെ, ഈ കാര്യങ്ങളൊക്കെയാണ് ഇപ്പൊ അവരുടെ മനസ്സിലെ ചിന്തകളിൽ. ഓക്കെ, സോ എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.